2013 വാർണർ ബ്രോസ് സാക്ക് സ്നൈഡറിനെയും ക്രിസ്റ്റഫർ നോളനെയും കമ്പൈൻ ചെയ്ത് അവർ ഒരു പുതിയൊരു DC യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അവർ തുടങ്ങി. അതിൻ്റെ പേരാണ് DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിനിമയാണ് മാൻ ഓഫ് സ്റ്റീൽ. ആ സിനിമേൻ്റെ ഡയറക്ടറാണ് സാക്ക് സ്നൈഡർ. ആ സിനിമ വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ് ക്രിസ്റ്റഫർ നോളൻ. അങ്ങനെ ഇയർ 2022 ആയി. വാർണർ ബ്രോസ് തിരിച്ചും അവരെ DC യൂണിവേഴ്സ് റീബൂട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ട്. ആ റീബൂട്ട് ചെയ്യാനുള്ള യൂണിവേഴ്സിൻ്റെ ഹെഡായിട്ടാണ് ജെയിംസ് ഗൺ പറഞ്ഞത്. ജെയിംസ് ഗൺ ഈ പഴയ DC യൂണിവേഴ്സിൽ സൂസൈഡ് സ്ക്വാഡ് പിന്നെ പീസ് മേക്കർ എന്ന് ഒരു സീരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സൂപ്പർമാൻ സിനിമയാണ് അവരെ ആദ്യത്തെ ലൈവ് ആക്ഷൻ തിയേറ്ററിക്കൽ മൂവി. ആ ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ആദ്യത്തെ സീനിൽ തന്നെ സൂപ്പർമാൻ ആർത്തിക്ക് വന്ന് വീഴയാണ്. ആരോ സൂപ്പർമാൻ്റെ മുഖമൊക്കെ അടിച്ച് പരിപ്പാക്കിയിട്ടുണ്ട്. പഴയ സിനിമയിലൊന്നും നമ്മൾ ഇങ്ങനെ സൂപ്പർമാൻ ഇത്രയ്ക്ക് അടി വായിച്ച് ഇത്രയും ബ്ലീഡ് ചെയ്ത് കിടക്കണം നമ്മൾ ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ ആയിരിക്കാനാണ് ചാൻസ്. അങ്ങനെ ഈ അടി വായിച്ച് കിടക്കുന്ന സമയത്താണ് സൂപ്പർമാൻ ഒരു ഹൈസോണിക് വിസിലടിക്കണത്. ആ വിസിലടിക്കുമ്പോൾ ഒരു പുതിയൊരാൾ പറഞ്ഞു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. ഒരു പട്ടി. ആ പട്ടിയുടെ പേരാണ് ക്രിപ്റ്റോ. ഈ ജെയിംസ് ഗൺ പുള്ളിക്കാരൻ്റെ സ്വന്തം പട്ടീനെ വെച്ചിട്ടാണ് ഈ ക്രിപ്റ്റോനെ ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർമാൻ ഈ ക്രിപ്റ്റോനെ നോക്കി ടേക്ക് ഹോം എന്ന് പറയണം. അപ്പം ഈ ഹോം എന്ന് വെച്ചത് സൂപ്പർമാൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മ ഇരിക്കുന്ന ആ വീടായിരിക്കാം, അല്ലെങ്കിൽ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ആയിരിക്കാം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിലായിരിക്കും കൊണ്ടുപോകാൻ പറയണം. അടുത്ത് കഴിക്കണ ഈ ക്ലാർക്കിൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണ്. പുള്ളിക്കാരൻ ജോലി ചെയ്യാൻ ഡെയിലി പ്ലാനിലേക്ക് പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലൊരു ന്യൂസ് പേപ്പർ ഉണ്ട്. അതിൽ ഹാമർ ഓഫ് ബറോവിയ ഡാഷ് എന്തോ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ ആ ഡെയിലി പ്ലാനറ്റിൻ്റെ അകത്ത് പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ആ ന്യൂസ് പേപ്പർ ക്ലിയർ ആയിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഹാമർ ഓഫ് ബൊറോവിയ ക്രിയേറ്റ്സ് ഹാവിക് ഡൗൺ ടൗൺ. അങ്ങനെയാണ്. ഇപ്പം ഈ ഹാമർ ഓഫ് ബൊറോവിയ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഇരിക്കാനാണ് ചാൻസ് മാക്സിമം. ആ ന്യൂസ് പേപ്പറിൽ നമുക്കൊരു ഫോട്ടോ കാണാം. ആദ്യം ഞാൻ വിചാരിച്ചത് അതൊന്ന് ഗൊറില്ല ഗോഡ് ആയിരിക്കാനാണ് ചാൻസ് ഒന്ന്. പക്ഷേ ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ആണ് അറിഞ്ഞത് അത് ഗൊറില്ല ഗോഡൊന്നും അല്ല. അത് ഒരു എക്സ്പ്ലോർഡ് ആയപ്പോൾ അതിൻ്റെ പുകേൻ്റെ ഒരു ഇമേജാണത്. ആ ഡെയിലി പ്ലാനറ്റ് ഓഫീസിൻ്റെ അടുത്ത് നമുക്ക് വന്നിട്ട് ഒരു ബാർ കാണാം, വുഡ് ആൻഡ് ഡക്ക് എന്ന്. ആ വുഡ് ആൻഡ് ഡക്ക് ബാറിനും ബാറ്റ്മാനും ഒരു ലിങ്ക് ഉണ്ട്. എന്നാൽ ബാറ്റ്മാൻ്റെ വൺ ഓഫ് ദ റോബിനായിരുന്ന ടിം റിക്ക് പുള്ളിക്കാരൻ ബാറ്റ്മാൻ ആകുമ്പോൾ ഈ ടിം റിക്ക് ബാറ്റ്മാൻ ആകുമ്പോൾ ആ പുള്ളിക്കാരൻ്റെ ബേസ് ആയിരുന്നു ഈ വുഡ് ആൻഡ് ഡക്ക് എന്ന് പറയുന്നത്. സോ ക്ലാർക്ക് ഡെയിലി പ്ലാനറ്റിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടേഴ്സിനെ കാണാം. ആദ്യത്തെ ക്യാരക്ടറാണ് സ്റ്റീവ് ലാംബർട്ട്. അടുത്ത ക്യാരക്ടറാണ് ജിമ്മി വോൾസൺ. ഈ ജിമ്മി വോൾസൺ സൂപ്പർമാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ ഈ ജിമ്മി വോൾസൻ്റെ കയ്യിലൊരു വാച്ചുണ്ട്. അത് വെച്ച് ഈ സൂപ്പർമാനെ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക. അവിടെ തന്നെ നമുക്ക് ലൂയിസ് ലെയിനിലെ കാണാം. ആ ലൂയിസ് ലെയിൻ ആ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോഴാണ് ആ കിസ് സീൻ നമുക്ക് കാണുന്നത്. അപ്പം ലൂയിസ് ലെയിനിന് മാക്സിമം അറിയായിരിക്കും ക്ലാർക്ക് കെൻ്റ് ആണ് സൂപ്പർമാൻ എന്ന്. അടുത്ത സീനിൽ തന്നെ ഒരു ചെറിയ ചെക്കൻ ഈ ഒരു കൊടി കയറ്റി വെച്ചിട്ട് സൂപ്പർമാനെ വിളിക്കുകയാണ് രക്ഷപ്പെടുത്താൻ. ആ കൊടി കാണുമ്പോൾ എനിക്ക് വന്നിട്ട് ഡെപ്ത് ഓഫ് ദ സൂപ്പർമാൻ ആണ് ഓർമ്മ പറഞ്ഞത്. ആ ഡെയിലി പ്ലാനറ്റ് ഓഫീസിൽ ക്ലാർക്കിൻ്റെ ഡെസ്കിൽ നമുക്കൊരു പീനട്ട് ബട്ടർ ജാർ കാണാം. ചിലപ്പോൾ സൂപ്പർമാൻ ഈ പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമായിരിക്കാം. അടുത്ത് തന്നെ നമുക്ക് ഈ സൂപ്പർമാൻ ഒരു വലിയ കൈജുവിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണ കാണാം. മാക്സിമം ഈ കൈജു വന്നിട്ട് ഒരു ക്രിപ്റ്റോണിയൻ മോൺസ്റ്റർ ആവാനാണ് ചാൻസ്. ചിലപ്പം ഈ കൈജുവിനെ ഈ ലെക്സ് ലൂത്തർ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ്. ഈ സൂപ്പർമാൻ ഫാൻ സ്ക്രീനിങ്ങിൽ ഈ ലെക്സ് ലൂത്തർ വന്നിട്ട് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ പോണ പോലെ ഒരു സീനുണ്ട്. അത് ഈ ട്രെയിലറിലില്ല. ചിലപ്പോൾ ഇനി പറഞ്ഞ ഏതെങ്കിലും ട്രെയിലറിൽ കാണാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ പോയിട്ട് അവിടെ നിന്ന് വല്ല മോൺസ്റ്ററിനെ പുള്ളിക്കാരൻ വന്നിട്ട് മ്യൂട്ടേറ്റ് ചെയ്ത് വലുതാക്കാനുള്ള ചാൻസ് ആണുള്ളത്. അല്ലെങ്കിൽ ഇത് വേറെ വല്ല മോൺസ്റ്റർ ആയിരിക്കാനാണ് ചാൻസ്. ഈ ലെക്സ് ലൂത്തർ ഇത് എന്തിനു ചെയ്യണമെന്ന് ഈ സൂപ്പർമാൻ ഒരു അഴുക്ക് പേരുണ്ടാക്കി കൊടുക്കാനാണ് ആൾക്കാരുടെ ഇടയിൽ. ഈ സൂപ്പർമാൻ വന്നിട്ടൊരു ഏലിയനാണ്. പുള്ളിക്കാരൻ ആൾക്കാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് നമ്മളെ ലോകത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ ആൾക്കാരെ ഇടയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയായിരിക്കാം. സോ ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് രണ്ട് ആൾക്കാരെ കാണാം. ഒന്ന് സൂപ്പർമാനെ ഗോഡ് പോലെ കാണുന്ന ആൾക്കാർ, പിന്നെ അടുത്തുള്ളവർ വന്നിട്ട് സൂപ്പർമാനെ വന്നിട്ട് വെറുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കണം, ഈ ലെക്സ് ലൂത്തർ ഇട്ട പ്ലാൻ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാനാണ് ചാൻസ്. സോ അത് കാരണമായിരിക്കാം ഈ ആൾക്കാർക്കൊക്കെ ഈ സൂപ്പർമാനെ ഇഷ്ടമില്ലാത്തത്. ഈ സൂപ്പർമാൻ വന്നിട്ട് ഒരിടത്ത് കയറി പോണ പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. അത് വേറെ എവിടെയല്ല, സ്റ്റാഗ് ഇൻഡസ്ട്രീസ് ആണ്. ഈ സ്റ്റാഗ് ഇൻഡസ്ട്രീസ് ഒരു ഈവിൽ കോർപ്പാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് സൈമൺ സ്റ്റാഗ് ആണ്. സോ സൈമൺ സ്റ്റാഗ് ഇതിൽ വരാൻ കാരണം എന്തെന്നാൽ മെറ്റമോർഫറിനെ നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. ഈ സൈമൺ സ്റ്റാഗാണ് ഒരു മെഷീനറീനെ പോയിട്ട് ഒരു മീറ്റിയോറൈറ്റിനെ എടുത്തിട്ട് വരാൻ പറയണത്. ആ മീറ്റിയോറൈറ്റിനെ തൊട്ട ആ മെഷീനറിയാണ് ഈ മെറ്റമോർഫായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു 3 JSA മെമ്പേഴ്സിനെ കാണാം. ആരൊക്കെ എന്ന ഗ്രീൻ ലാൻഡൻ, മിസ്റ്റർ ടെറിഫിക്, ഹഗർ. ഇവിടെ ഈ സീനിൽ സൂപ്പർമാനെ
സ്റ്റേഡിയത്തിന്റെ അകത്തിട്ട് അടിക്കുകയാണ് ബ്ലാക്ക് കളർ സൂട്ട് ഇട്ട ഒരാൾ. ഇതാരെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. പോസിബിളി ഇത് ചിലപ്പോൾ അൾട്രാമാനായിട്ട് ഇരിക്കാനാണ് ചാൻസ്. എന്നാൽ സൂപ്പർമാനിനെ ഇത്രയും ഹാർഡായിട്ട് അടിക്കാൻ അൾട്രാമാനെ പോലെ പറ്റുള്ളൂ. അതുമാത്രമല്ല പുള്ളിക്കാരന് പറക്കാനും പറ്റുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ലെക്സ് ലൂത്തറിന്റെ ഓഫീസ് കാണാം. അതിന് വന്നിട്ട് ലൂത്തർ കോർപ്പ് എന്നാണ് ഇട്ടിരിക്കുന്നത്, ലെക്സ് കോർപ്പ് എന്നല്ല. ചിലപ്പോൾ ഇത് ലെക്സ് ലൂത്തറിന്റെ അച്ഛൻ്റെ അമ്മേരെ അവരൊക്കെ ഒരു ഫാമിലി ബിസിനസ്, ആ ഫാമിലി നെയിം ആയിരിക്കാനാണ് ചാൻസ്. ചിലപ്പോൾ ഈ സിനിമേന്റെ അവസാനം തന്നെ ഈ ലൂത്തർ കോർപ്പ് എന്ന് ഇട്ടിരിക്കുന്നത് ലെക്സ് കോർപ്പ് ആവാനാണ് ചാൻസ്. ആ ലൂത്തർ കോർപ്പ് എന്ന ബോർഡിന്റെ കീഴിൽ തന്നെ നമുക്കൊരാളിനെ കാണാം. അത് വേറെ ആരുമല്ല, എഞ്ചിനീയർ ആണ്. സോ ലെക്സ് ലൂത്തർ വന്നിട്ട് അൾട്രാമാൻ്റെയും ഈ എഞ്ചിനീയറിനെയും കൂടെ ചേർന്നായിരിക്കാം ഈ സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടിരിക്കും. അടുത്ത് തന്നെ നമുക്ക് ഈ ലെക്സ് ലൂത്തറിന്റെ ഒരു ഗണ്ണ്, തോക്ക് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാം. അതിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്. ചിലപ്പോൾ ആ റിങ്ങിൽ വന്നിട്ട് ക്രിപ്റ്റോണൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ട്രെയിലർ കട്ടിൽ അത് അവർ ചിലപ്പോൾ വെട്ടി മാറ്റിക്കുക. അടുത്ത സൂപ്പർമാനെ വന്നിട്ട് ഒരു ബോക്സ് പോലത്തെ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇതൊരു ക്വാണ്ടം ബേസ്ഡ് കണ്ടെയ്നർ ആയിരിക്കാം. ബ്രെയിനിയാക്ക് ഈ കണ്ടെയ്നർ വെച്ചിട്ടാണ് വലിയ വലിയ സിറ്റീസിനൊക്കെ അടച്ചു വെക്കുന്നത്. ചിലപ്പം ഈ സിനിമയിലെ മെയിൻ വില്ലനെ ബ്രെയിനിയാക്ക് ആയിരിക്കാനാണ് ചാൻസ്. ഈ ലെക്സ് ലൂത്തറും ബ്രെയിനിയാക്കും ചേർന്ന് വേണമെങ്കിൽ സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇടാനായിരിക്കാം. അടുത്ത ലാസ്റ്റ് സീനിൽ നമുക്കൊന്നിട്ടൊരു ഗ്രീനിഷ് പിങ്കിൽ ഒരു റൗണ്ട് ബോൾ പോലത്തെ ഒരു വില്ലനെ കാണാം. ചിലപ്പം അത് വന്നിട്ട് ബ്രെയിനിയാക്ക് ആവാനാണ് ചാൻസ്. ഈ ബ്രെയിനിയാക്കിന്റെ ഒരു കളറാണ് പച്ച. അല്ലെങ്കിൽ ഇത് വന്നിട്ട് സൺ ഈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വില്ലനായിരിക്കാം. അല്ലെങ്കിൽ ലെക്സ് ലൂത്തർ തന്നെ എന്തെങ്കിലും ഒരു ഹോളോഗ്രാം വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാണ് ചാൻസ്. ആ റൗണ്ട് പോലത്തെ അത് എന്തെന്ന് ഇതുവരെ അറിയത്തില്ല. ചിലപ്പോൾ ഇനി അടുത്ത ട്രെയിലർ എന്തെങ്കിലും വരുമ്പോൾ അതിനെ ക്ലിയർ ആക്കി നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിലർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. മെയിനായിട്ട് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മ്യൂസിക്കാണ്. ആ പഴയ റെട്രോ സൂപ്പർമാൻ്റെ മ്യൂസിക് ഇപ്പോഴും ഇലക്ട്രിക് ഗിറ്റാർ വെച്ചിട്ടുണ്ട്. കേൾക്കാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ട്രെയിലർ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.